ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അടിപൊളി വെച്ചാൽ സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 പുളിയില്ലാത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു മുളകും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, 5-6 കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കരിവേപ്പിലയുണ്ട്, പിന്നെ 1 സ്പൂണ് ഉലുവ ചതച്ച് വെച്ചിട്ടുണ്ട്, 1 സ്പൂണ് കടു ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കടുക് പൊട്ടിക്കാൻ കടു, പിന്നെ മുളക് പൊടി, എണ്ണ, ഉപ്പ്, കായപ്പൊടി. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആദ്യം അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയോട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് ഞാൻ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 2 തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട്, എന്നിട്ട് ഞാൻ അതിൽ ചതച്ച് വെച്ചേക്കുന്ന കടുവും നമ്മുടെ ചതച്ച് വെച്ചേക്കുന്ന ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിൽ കടുക് ഇട്ട് പൊട്ടിച്ചു. ഈ നല്ല തിളച്ച എണ്ണയോടുകൂടി ഉണ്ടല്ലോ, അതോടുകൂടി നമ്മൾ ഈ മാങ്ങാച്ചാറിലോട്ട് അങ്ങ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മുളക് പൊടിയും മാങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് ഉണ്ടോ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് തരും. സൂപ്പറാണ് കേട്ടോ, നല്ല മണമാണ്. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ, കായം അല്ലാതെ ചേർക്കാം, ഞാൻ കായപ്പൊടി എന്തെങ്കിലും ഉണ്ടാകുന്ന പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത എവിടെയായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റ.